ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാ ധ്വനിയെന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ എന്നെ കേൾക്കുകയും എന്നെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും ആത്മാവിൻ്റെ വന്ദനത്തെയും അറിയിക്കുകയാണ്. പ്രാർത്ഥനാ ധ്വനി എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ വന്ദനം അറിയിക്കുന്നു. എന്നെ കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രാർത്ഥനാ ധ്വനിയുടെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ടവർക്കും വേഗം വരുന്നവനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ചിന്താവിഷയമായി എനിക്ക് നൽകപ്പെട്ടത് ദൈവത്തിൻ്റെ കരുതൽ എന്നുള്ള വിഷയമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ കരുതൽ എന്ന് മാത്രമായിരുന്നുവെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ദൈവത്തിൻ്റെ കരുതൽ എന്നുള്ള വിഷയമായതുകൊണ്ട് തന്നെ അതിനെ ഒരു ആധികാരികമായി പറയുവാൻ തക്കവണ്ണം നമുക്കൊന്നും പ്രാപ്തിയില്ല. എന്തെന്നാൽ ദൈവം അത്രയും ശ്രേഷ്ഠനാണ്. ദൈവം എല്ലാവർക്കും വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ്. ഇങ്ങനെയാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴയെ അയക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങനെയാണ് ദുഷ്ടന്മാരുടെ എല്ലാവരുടെ മേലും. ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും കരുതുന്ന ഒരു വ്യക്തിയാണ്. കരുതൽ എന്ന് ഉള്ള വാക്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരിയും കരുതലിനെ കുറിച്ചറിയാം. എൻ്റെ മാതാവ് എന്നെ കരുതി, അല്ലെ പിതാവ് എന്നെ കരുതി, അല്ലെ നിങ്ങളുടെ മാതാവ് പിതാവ് കരുതിയ, നമ്മുടെ കുഞ്ഞുങ്ങൾ മാതാവിനെ കരുതിയത്, ആ വിഷയങ്ങളെല്ലാം വേണമെങ്കിൽ നമുക്ക് പറഞ്ഞ് പോകുമായിരുന്നു. പക്ഷേ ദൈവവുമായിട്ടുള്ള കരുതലിനെ കുറിച്ച് പറയുമ്പോൾ അത് ആഴത്തിലുള്ളതാണ്. ഒരു മനുഷ്യനും പറഞ്ഞ് അറിയിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാണ് ദൈവത്തിൻ്റെ കരുതൽ എന്ന് പറയുന്നത്. ഒരു പ്രപഞ്ച സൃഷ്ടിതാവിനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്, അല്ലെ പറയുന്നത്. ആ പ്രപഞ്ചത്തെ, ഈ സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച ആ ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാലും തീരുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, എങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെ അവൻ ദുഷ്ടന്മാരുടെ പേരും നല്ലവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നീതികെട്ടവരുടെ മേലും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ അയക്കുകയും ചെയ്യുന്നുവല്ലോ എന്നാണ് വാക്യത്തിൽ കാണുന്നത്. അപ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിയാണ് ദൈവം എന്ന് പറഞ്ഞാൽ. എല്ലാ മനുഷ്യരെയും ഒരുപോലെയാണ് ദൈവം കാണുന്നത്. ഇതിൽ റോമാലേഖനത്തിലേക്ക് മത്തായിയുടെ സുവിശേഷമാണ് ആദ്യം കേട്ടത്. റോമാലേഖനത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേന് 10:12 കാണുന്ന യഹൂദന്മാരെന്നും യവനന്മാരെന്നും വ്യത്യാസമില്ല, എല്ലാവരും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ തന്നെ. ഇങ്ങനെയാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. കുറിവാക്യമായി ഞാൻ എടുക്കുവാൻ ആഗ്രഹിച്ച വാക്യവും ഇതാണ്: അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ. ഇങ്ങനെയാണ് നമുക്ക് ഏതൊരു വ്യക്തിക്കും, അതായത് യവനെന്നോ, അതായത് ജാതിയെന്നോ, ഒരു വ്യക്തി യഹൂദനെന്നോ ജാതിയെന്നോ ഒന്നുള്ള വേർതിരിവില്ലാതെ എല്ലാവർക്കും കൊടുക്കുവാൻ, അല്ലെങ്കിൽ സമ്പന്നനായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇന്ന് പകൽ ഇന്ത്യയിൽ ഇപ്പോൾ 8 മണി, ഇവിടെ അയർലൻഡിൽ ഇപ്പോൾ 3:30 മണിയാണ് വൈകുന്നേരം. അപ്പോൾ എല്ലാവർക്കും കരുതുവാൻ ശക്തനായ അവൻ സമ്പന്നനാണ്. അവൻ്റെ സമ്പത്തിനെ അളക്കുവാൻ കഴിയുകയില്ല. ഒരുവൻ 1000 രൂപ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 1000 രൂപ ചോദിച്ചു എന്ന് വെച്ചു, ഒരു സമ്പന്നൻ്റെ അടുത്താണ് പോയി ചോദിക്കുന്നത് വെച്ചാൽ, അവൻ്റെ അടുത്ത് പോയി ചോദിക്കുന്ന സമയത്തും ഈ ചോദിക്കുന്ന വ്യക്തി ശരിക്കും അവൻ തരാൻ കഴിയുമോ, അവന് അതിനുള്ള കഴിവുണ്ടോ, അവന് പ്രാപ്തിയുണ്ടോ എന്നുള്ള ചിന്തയിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ, പക്ഷേ അത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം, അല്ലെ വലിയൊരു കോടീശ്വരൻ്റെ മുമ്പിൽ ചെന്ന്, സമ്പന്നനായ ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്ന്, എനിക്ക് ഒരു 1000 രൂപ വേണം
വേണമെന്ന് പറയുമ്പോൾ അത് കിട്ടുമോ, അദ്ദേഹത്തിൻ്റെ അതുണ്ടോ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ് ഈ സമ്പന്നൻ, അതായത് എല്ലാവർക്കും തരുവാൻ സമ്പന്നനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുവാൻ. അതായത് നമ്മുടെ നല്ല ലോകത്തെ സൃഷ്ടിച്ച, നമ്മുടെ സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച വലിയ ഉടയവനായിരിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. ആ സമ്പന്നനെയാണ് നമ്മൾ ഇന്ന് പകൽക്കാലം വിളിച്ചറിയിക്കുവാനായിട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ കരുതൽ, ആ സമ്പന്നനായ ദൈവത്തിൻ്റെ കരുതലിനെക്കാട്ടിലും ദൈവത്തിൻ്റെ കരുതൽ, അതായത് വളരെ വർണ്ണിക്കുവാൻ കഴിയില്ല, നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ദൈവത്തിൻ്റെ കരുതലെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇങ്ങനെയാണ് 1 പത്രോസ് 5:7 പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്ന ആകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. അപ്പോൾ നമ്മളുടെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. അവൻ കരുതുന്നതാകിയാൽ സകല എന്ത് പ്രശ്നങ്ങളായാലും, എന്ത് പ്രതിസന്ധികളായാലും, എന്ത് പ്രതികൂലങ്ങളായാലും ആ സമ്പന്നനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുവാനാണ് ഈ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. അപ്പോസ്തലനായ പത്രോസിൻ്റെ 1-ാം ലേഖനം 5:7 ഇങ്ങനെ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. 1 കൊരിന്ത്യർ 2:9-10 വാക്യങ്ങളിൽ അതിനേക്കാൾ ഒരു ഡീപ്പായിട്ട് പറയുന്ന ഒരു വിഷയമുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയെന്ന് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ അതായത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അതിനെക്കാട്ടിലും ഡീപ്പായ ഒരു വാക്യമാണ് 10-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 2:9 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ് കാണുന്നത്, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും അറിയുന്നു, ദൈവത്തിൻ്റെ ആഴത്തെയും അറിയുന്നു എന്നാണ് കാണുന്നത്. അപ്പം ആത്മാവ് ഇതെല്ലാം അറിയുന്നത് നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും അറിയുന്നു, ദൈവത്തിൻ്റെ ആഴങ്ങളെയും അറിയുന്നു എന്നാണ് കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുവാനായിട്ടിടയായി. അപ്പോൾ നമ്മൾക്ക് ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായ കാര്യങ്ങൾ, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്ത കാര്യങ്ങൾ, പക്ഷേ ആത്മാവ് നമ്മൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ കരുതലിനെ കുറിച്ച് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മൾക്കുള്ള കാര്യങ്ങളെ ക്രമീകരിക്കുന്നതെന്ന് ഈ വാക്യത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 30:30 ഇങ്ങനെയാണ് കാണുന്നത്, ഇനി എൻ്റെ സ്വന്തം ഭവനത്തിനു വേണ്ടി ഞാൻ എപ്പോൾ കരുതും. ഇങ്ങനെ ഉൽപ്പത്തി പുസ്തകം 30:30, ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതും. ഇതാണ് നമ്മളുടെ എപ്പോഴത്തെ ചിന്ത. ഉൽപ്പത്തി പുസ്തകം 30:30 വാക്യത്തിൽ, ഇനി ഞാൻ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതും. നമ്മളാണ് ചിന്തിക്കുന്നത്, നമ്മളാണ് വിചാരിക്കുന്നത്, നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴാണ് ഞാൻ ഇനി കരുതുന്നത് എൻ്റെ ഭവനത്തിന് വേണ്ടി, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയെല്ലാം ചെയ്ത് ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോഴാണ് കരുതുന്നത് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. ഈ ഒരു ചിന്തയാണ് മനുഷ്യരുടെ നമുക്കെല്ലാവർക്കും ഉള്ളത്. എപ്പോഴാണ് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി എപ്പോൾ കരുതും. സങ്കീർത്തനകാരൻ ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനം 55:20, നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക, അവൻ തന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അപ്പോൾ നമ്മുടെ ഭാരങ്ങൾ, ഈ പൊക്കിക്കൊണ്ട് നടക്കുന്ന എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇനി എപ്പോൾ കരുതും എന്നുള്ള ഭാരങ്ങൾ, ഇതെല്ലാം യഹോവയിന്മേൽ, ദൈവത്തിന്മേൽ വെച്ച് കൊള്ളുക എന്നാണ് പറഞ്ഞത്. ദൈവമാണ് നമുക്ക് വേണ്ടി കരുതുന്നത്. ഒരു മനുഷ്യന് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ അല്ലെ ക്രമീകരിച്ച് നമുക്ക് വേണ്ടി തരുവാൻ കഴിയുന്നത് എല്ലാം ചുരുക്കമായി മാത്രമേ ചെയ്തു തരാം. അവൻ്റെ പ്രാപ്തിക്കനുസരിച്ച്, അവൻ്റെ കരുതലിനനുസരിച്ച്, അവൻ ഉള്ളതിൽ പങ്ക് മാത്രം നമുക്ക് തരുവാൻ
കഴിയത്തുള്ളൂ എങ്കിൽ, പക്ഷേ ഇവിടെ കാണുന്നത് സങ്കീർത്തനകാരൻ ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ ഭാരങ്ങൾ യഹോവയെങ്കൽ വെച്ച് കൊള്ളുക, അവൻ തന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങുവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. അതായത് നീതിമാൻ കുലുങ്ങുവാൻ അവൻ ഒരു നാൾ, ആര്? യേശു, അല്ലെ സർവശക്തിയുള്ള ദൈവം ആലല് കുലുങ്ങുവാൻ, നമ്മൾ കുലുങ്ങുവാൻ, നീതിമാനെ നമ്മൾ കുലുങ്ങുവാൻ ഒരു നാളും സമ്മതിക്കത്തില്ല. നിന്റെ വഴി യഹോവയുടെ ഫരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അതു നിവർത്തിക്കും. ഇങ്ങനെയാണ് സങ്കീർത്തനകാരൻ 37:5 നിന്റെ വഴി യഹോവയിൽ ഫരമേൽപ്പിക്കുക. നിന്റെ വഴി, നിന്റെ ഏത് ആവശ്യമാണോ, നിന്റെ ഏത് വഴിയാണോ, നീ എന്താണോ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്, ആ വഴി യഹോവയെങ്കിൽ ഫരമേൽപ്പിക്കുക. അവനാണ് കരുതുന്നത്, അവനാണ് പുലർത്തുന്നത്, ദൈവമാണ്. നമ്മൾ ആരെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നമ്മൾ സർവശക്തിയുള്ള ദൈവത്തെയാണ്. അവനിൽ ഫരമേൽപ്പിക്കുക എന്നാണ് സങ്കീർത്തനകാരൻ പറയുന്നത്. അവനിൽ ഫലമേൽപ്പിക്കുക, അവനിൽ ഫലമേൽപ്പിക്കുക, അവൻ തന്നെ ആശ്രയിക്കുക, അവനിൽ തന്നെ, ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. അവൻ നമുക്ക് അവൻ അത് നിവർത്തിച്ച് തരും എന്നാണ് കാണുന്നത്. ഇപ്പോൾ നമ്മളുടെ പ്രശ്നത്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടേതായ ചിന്തകൾ, നമ്മുടേതായ ആവശ്യങ്ങളെല്ലാം നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ കൊണ്ടാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. ബുദ്ധിമണ്ഡലത്തിൽ കൂടെ നമ്മൾ പലതും ചെയ്തൊരുക്കുവാൻ വേണ്ടി നോക്കുന്നത്. ദൈവത്തെ അറിയാതെ, ദൈവത്തെ യഥാർത്ഥമായി തിരിച്ചറിയാതെ വണ്ണം മനുഷ്യൻ്റെ ഹൃദയം കഠിനമായി തീർന്നത് കൊണ്ടാണ് പലപ്പോഴും ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് യഥാർത്ഥമായി ലഭിക്കാതെ പോകുന്നത്. എന്താണ്? ദൈവത്തിലാണ് ഫലമേൽപ്പിക്കേണ്ടത്. ദൈവം നമുക്ക് വേണ്ടി കരുതും. ദൈവമാണ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഓരോ കാര്യങ്ങൾ, നമുക്ക് വേണ്ടി ഒരുക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 6:25 ഇങ്ങനെയാണ് കാണുന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനെ കൊണ്ടും എന്തു ഉടുക്കും എന്നു ശരീരത്തിനെ കൊണ്ടും വിചാരപ്പെടരുത്. ഇങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 6:25 അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനെ കൊണ്ടും എന്തു ഉടുക്കും എന്ന് ശരീരത്തെ കൊണ്ടും വിചാരപ്പെടരുത് എന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന അതിൻ്റെ 6:25 ഇങ്ങനെയാണ് കാണുന്നത്. നമ്മളുടെ പ്രശ്നം ഇതാണ്. നമ്മൾ എന്ത് ഉടുക്കും, എന്ത് ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണ്, മുന്നോട്ട് ഞാൻ എങ്ങനെ പോയി തീരും, എങ്ങനെ ചെന്നെത്തും എന്നുള്ള ഇത്യാദി പ്രശ്നങ്ങളിൽ കൂടെയാണ് മനുഷ്യൻ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് കാണുന്നത്? ഈ ഉള്ള വിഷയങ്ങൾ നിങ്ങൾ എന്തിന് ഇങ്ങനെ വ്യാകുലപ്പെടുന്നു എന്നാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതിനോടുകൂടെ ഇതെല്ലാം ലഭിക്കും. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നതിലൂടെ ഇതെല്ലാം 6:33 ഇങ്ങനെ കാണുന്നത് മത്തായിയുടെ സുവിശേഷം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതിനോടുകൂടെ ഇതെല്ലാം ലഭിക്കും. ഇവിടെ ആയിരിക്കുന്ന അനേക ദേവദാസന്മാരുടെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കേൾക്കുന്നുണ്ട്. അവർക്കെല്ലാം പറയാൻ കഴിയും, എൻ്റെ ദൈവമാണ് എന്നെ കരുതിയത്, എൻ്റെ ദൈവം, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങിയത് കൊണ്ടാണ് എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് എന്നെ മാനിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ കാണുന്നത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, ഇതിനോടുകൂടെ ഈ രാജ്യവും ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികളെ ദൈവം മാനിക്കുമെന്ന് അങ്ങനെ മത്തായിയുടെ സുവിശേഷത്തിൽ കൂടെ കാണുന്നത്. പക്ഷെ നമ്മുടെ ചിന്ത പിന്നെയും നമ്മൾ ഓടിപ്പോകുന്ന ഒരു ചിന്തയുണ്ട്. മത്തായിയുടെ സുവിശേഷം 6:26 ഇങ്ങനെ, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, ഇങ്ങനെയാണ് പറയുന്നത്. ആകാശത്തിലെ പറവകളെ നോക്കി, അവൻ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നതുമില്ല, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. കണ്ടോ? അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷമുള്ളവരല്ലയോ? ഇങ്ങനെ എത്ര കാതലായ ഒരു വാക്യമാണ്. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നതുമില്ല, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. ഇതാണ് ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു, അവയെ പുലർത്തുന്നു. കാക്കകളെ നോക്കുകയും വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല. കാക്കകളെ പോലും നമുക്ക് അതുപോലും കാക്കകളെ പോലും പുലർത്തുന്ന, ആകാശത്തിലെ പറവകളെ പുലർത്തുന്ന, സർവ്വചരാചരങ്ങളെയും പുലർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ഈ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് എന്ന് യഥാർത്ഥമായി നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് കരുതുവാൻ, ദൈവത്തിന് ചെയ്തൊരുക്കുവാൻ, ദൈവത്തിന് നമ്മളെ
നമ്മളെ അനുഗ്രഹിക്കുവാൻ എന്താ കഴിവില്ലേ? അവൻ സമ്പന്നനാണ്. സകലരെയും അനുഗ്രഹിക്കുവാൻ സമ്പന്നനായ ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി സമയത്ത് നമ്മളായിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെയാണ് കാണുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:2 ആകാശം കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ചെവി തരിക, യഹോവയെ അരുളിച്ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിലും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ ജനമോ ഗ്രഹിക്കുന്നതുമില്ല. കണ്ടോ? ഇങ്ങനെ അതിന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:2 ഇങ്ങനെ, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പൂറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കുന്നു. കണ്ടോ? ദൈവത്തോട് മത്സരിക്കുന്ന, ദൈവത്തിന് യഥാർത്ഥമായ ദൈവം ആരാണെന്ന് തിരിച്ചറിയാതെ ചില സ്വപ്നങ്ങളിൽ കൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുമ്പോൾ എന്ന അവസ്ഥകളാണ്, അല്ലെ ദൈവത്തെ യഥാർത്ഥമായി മനസ്സിലാകാതെ പോകുന്ന അവസ്ഥകളാണ് കൂടുതലും ജനം, കൂടുതലായ ആൾക്കാർ ചെയ്തു. പക്ഷെ അങ്ങനെയല്ല. ദൈവം പറയുന്നത് ഇങ്ങനെ, അതുണ്ട്, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, യഹോവയെ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കുന്നു. കാള തൻ്റെ ഉടയവനെ അറിയുന്നുണ്ട്, കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിൽ അറിയുന്നുണ്ട്, ഇസ്രായേലോ അറിയുന്നില്ല, എൻ ജനമോ ഗ്രഹിക്കുന്നില്ല. നമ്മൾ ഗ്രഹിക്കുന്നില്ല ഈ ദൈവത്തെ, നമ്മുടെ സത്യദൈവത്തെ യഥാർത്ഥമായി മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിലെ പരാജയം എന്ന് പറയുന്നത്. ഈ ദൈവം ആരാണ് എന്ന്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഈ കരുതലിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഒത്തിരി പറഞ്ഞു തരാൻ കഴിയും. പക്ഷെ ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ എനിക്കോ നമുക്കൊന്നും വർണ്ണിക്കുവാൻ അല്ലെങ്കിൽ പറഞ്ഞു തരുവാൻ കഴിയുന്നതിനും അപ്പുറമാണ് ദൈവത്തിൻ്റെ കരുതൽ എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യന് ചിന്തിക്കുന്നതിനപ്പുറമാണ് ദൈവത്തിൻ്റെ കരുതൽ ഓരോ ദിവസവും ഓരോ വ്യക്തികളിലേക്ക് ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പൗലോസ് പറയുകയാണ്, എൻ്റെ ജനനം മുതലേ എന്നെ വിളിച്ചു വേർതിരിച്ച ഒരു ദൈവമുണ്ട് എന്ന്. അപ്പോൾ നമ്മുടെ ജനനം മുതലേ നമ്മളെ കരുതിയ, നമ്മളെ വഴി നടത്തിയ ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ കരുതിയ, നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ഏത് പ്രയാസമായിരുന്നാട്ടെ, ഏത് ദുഃഖമായിരുന്നാട്ടെ, ഏത് അവസ്ഥയായിരുന്നാട്ടെ, ആ അവസ്ഥയിൽ വന്ന് നമ്മളെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് അല്ലെങ്കിൽ സന്ധ്യാസമയം നമ്മൾ സേവിക്കുന്ന എന്ന് മനസ്സിലാക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം സന്ധ്യാസമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയാണ്. അതിനേക്കാൾ വലിയ കരുതൽ നമ്മുടെ ലോകപരമായിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മളെ കരുതുന്ന ദൈവമുണ്ട്, നമ്മളെ വഴി നടത്തുന്ന ദൈവമുണ്ട്, നമ്മളെ പരിപാലിക്കുന്ന ദൈവമുണ്ട്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യോസേഫിൻ്റെ കാര്യം നമുക്ക് ചിന്തിക്കാം. യോസേഫ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു കുടുംബത്തിൽ നിൽക്കുന്ന, പിതാവിനോട് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവനൊരു സ്വപ്നം കണ്ടതുകൊണ്ട് അവന് പ്രതിസന്ധികൾ അവൻ്റെ ജീവിതത്തിൽ നേരിടാനിടയായി. 11 സഹോദരങ്ങൾ അവനെതിരായി നിൽക്കുന്ന അവസ്ഥ അവൻ്റെ മുമ്പിൽ നിന്നു. അവൻ്റെ സഹോദരങ്ങളെല്ലാം അവനെതിരായി നിന്നു. ദർശനപ്രകാരം അവൻ ഇറങ്ങിയെങ്കിലും പ്രതിസന്ധികൾ അവൻ്റെ മുമ്പിൽ വന്നു. അവൻ സ്വപ്നക്കാരൻ, അവൻ സഹോദരങ്ങളെക്കാൾ വലിയവനാണ് എന്ന് മറ്റുള്ളവർക്ക് ചിന്തിച്ചപ്പോൾ അവനെ കൊല്ലണം, അല്ലെങ്കിൽ അവനെ തകർത്ത് കളയണം എന്നുള്ള ആശ അവരുടെ മുമ്പിൽ വന്നു. അങ്ങനെ സ്വന്തം അപ്പൻ സഹോദരങ്ങൾ ആട്ടിടയന്മാരായിരുന്ന അവരെ ക്ഷേമം അന്വേഷിക്കുവാൻ വേണ്ടി സഹോദരങ്ങളുടെ അടുക്കിലേക്ക് യാക്കോബ് വിടുന്ന സമയത്ത് ഇവൻ സ്വപ്നക്കാരൻ, ഇവൻ ദർശനം പറഞ്ഞുകൊണ്ട്, ഇവൻ നമ്മളെക്കാൾ വലിയവനെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു, ഇവനെ കൊന്നുകളയാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ നേരെ നിൽക്കുന്ന അവസ്ഥ, അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന അവസ്ഥ കാണുവാനിട. പക്ഷേ രൂബേൻ അവിടെ നിന്ന് പറഞ്ഞു, അവനെ കൊല്ലരുത്, അവനെ കുഴിയിലേക്ക് തള്ളിക്കളയും. മിസ്രി അവിടെ നിന്നും അവനെ വിറ്റ് കളയുന്നത് ഇസ്ലാമിക ഇങ്ങനെയാണ് കാണുന്നത്. ഇസഹാക്കിനെ വിറ്റ് കളയുവാനായിട്ടിടയായി. ഇസ്മായിലിയർക്കാണ് അവരെ വിറ്റ് കളയുവാനായിട്ടിടയായി. അവിടെ നിന്നും അവർ പൊത്തിഫറിൻ്റെ ഭവനത്തിലേക്ക് യോസേഫ് അവിടെ ചെല്ലുകയും അവിടെ വെച്ച് ദൈവം അവൻ്റെ കൂടെ ഇരിക്കുന്നെന്ന് പൊത്തിഫറിന് മനസ്സിലായതുകൊണ്ട് അവനെ കാര്യവിചാരകരിൽ ആക്കുവാനായിട്ടെല്ലാം ഇടയായി. അവിടുത്തെ കാര്യവിചാരങ്ങൾ, ഭവനത്തിൻ്റെ കാര്യവിചാരകനാക്കി അവിടെ നിർത്തി. അവിടെ നിന്നും അവനൊരു പ്രതിസന്ധി വന്ന് അവൻ കാരാഗ്രഹത്തിലേക്ക് പോയപ്പോഴും ദൈവം അവന് കൊടുത്ത ദർശനം, അവന് ദൈവം
കൊടുത്ത ദർശനപ്രകാരം ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവിടെയും നിന്നും അവനെ വിടുവിച്ച് ഫറവോന്റെ മുമ്പിൽ എത്തുന്ന അവസ്ഥ അവന് ജീവിതത്തിലുണ്ടായി. അങ്ങനെ അതിലേറ്റവും വലിയ എനിക്ക് ആശ്ചര്യമായിട്ട് അവന് തോന്നിയത് അവിടെ ഒരു പ്രതിസന്ധി, അവിടെ ഇനി വരാൻ പോകുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ച് ദൈവാത്മാവ് ഫറവോന് കാണിക്കുകയും അത് വെളിപ്പെടുത്തി യോസേഫ് വെളിപ്പെടുത്തി കൊടുക്കുകയും അവൻ അവിടെ രണ്ടാമനായി വാഴുന്ന ഒരു അവസ്ഥ വന്നപ്പോഴും അവൻ്റെ മുമ്പിലേക്ക് സഹോദരങ്ങൾ അവനെ കൊല്ലുവാൻ ശ്രമിച്ച, അവനെ തള്ളിക്കളഞ്ഞ സഹോദരങ്ങൾ വരുമ്പോൾ ഇങ്ങനെയാണ് യോസേഫ് അവരോട് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 44:4-5 വാക്യങ്ങൾ ഇങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ തങ്ങളുടെ സഹോദരനായ യോസേഫ് ആകുന്നു. എന്നെ ഇവിടെ വിറ്റുകളഞ്ഞു, അതിനാൽ നിങ്ങൾ വ്യസനപ്പെടേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചിരിക്കുന്നു എന്ന്. ആ യോസേഫിന്റെ ആ സ്നേഹം നോക്കിക്കോണം, യോസേഫിന്റെ സ്നേഹം നോക്കണം. സഹോദരങ്ങൾ അവനെ കൊല്ലുവാൻ നോക്കി, അവനെ തള്ളിക്കളഞ്ഞു, അവനെ അവിടെ നിന്നും ഉപേക്ഷിച്ചു, അവനെ വേണ്ട എന്ന് വെച്ചപ്പോഴും ദൈവം ദർശനപ്രകാരം അവനെ മിസ്രൈമിൽ കൊണ്ടുപോയി ഫറവോന്റെ അടുക്കൽ കൊണ്ടുപോയി അനുഗ്രഹിക്കപ്പെട്ടു. അതിനുശേഷം സ്വന്തം സഹോദരങ്ങൾ അവിടെ എത്തുന്ന പ്രതിസന്ധിയിൽ അവിടെ എത്തുന്ന സമയത്ത് അവരെ വേണമെങ്കിൽ അവൻ ഉപേക്ഷിച്ച് കളയാമായിരുന്നു. പക്ഷേ അവിടെയും അവൻ പറയുന്നത്, നിങ്ങൾക്ക് മുമ്പായി എന്നെ മിസ്രൈമിൽ കൊണ്ടുവന്ന് നമുക്ക് മുമ്പായി എന്നെ മിസ്രൈമിൽ കൊണ്ടുവന്ന് ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ മുമ്പേ കൊണ്ടുവന്നതത്രേ. ജീവരക്ഷയ്ക്കായി, നമ്മൾക്കുള്ള ജീവരക്ഷയ്ക്കായി മുമ്പേ കൊണ്ടുവന്ന അവൻ്റെ ആ വലിയ സ്നേഹത്തെ നോക്കണേ. വലിയൊരു സ്നേഹമാണ് സഹോദരങ്ങളോട്, അവനെ നശിപ്പിക്കുവാൻ നോക്കുവരോട് പോലും സ്നേഹം. ഈ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണം. ഇതാണ് ഒരു കരുതൽ. മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാൻ ദൈവം അവന് വേണ്ടി കരുതിയപ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാൻ അവൻ ഇടയായി. ഇതാണ് ദൈവം നൽകുന്നത്. നമ്മൾക്കും അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായി നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. യോസേഫിനെ കരുതിയപ്പോൾ അവൻ ഒരിക്കലും സ്വന്തം സഹോദരങ്ങളെ തള്ളിക്കളയാതെ അവരെ ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ മുമ്പിൽ കാണുവാനായിട്ട് വരച്ച് കാണിക്കുകയാണ്. യോസേഫ് വരച്ച് കാണിക്കുകയാണ്. അങ്ങനെയാണ് വരച്ച് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾക്കും പറയുവാൻ കഴിയും, ഇതേപോലെ നമ്മൾക്ക് വേണ്ടി ഒരുവൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരുവൻ കരുതിയിട്ടുണ്ട്. അത് ഏതാണ്? നമുക്ക് വേണ്ടി കരുതിയത് ആരാണ്? തൻ്റെ ഏകജാതനെ, യോഹന്നാന്റെ സുവിശേഷം 3:16 ഇങ്ങനെയാണ് കാണിക്കുന്നത്. തൻ്റെ ഏകജാതന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇതാണ് ഏറ്റവും വലിയ കരുതൽ. ദൈവത്തിൻ്റെ കരുതൽ നേരത്തെ പറഞ്ഞ എല്ലാം ഭൗമികമായിരിക്കുന്ന കരുതലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ആത്മീയ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ കരുതൽ നമുക്ക് വേണ്ടി, നമ്മൾ നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി യേശു ക്രിസ്തുവിനെ സ്വന്തം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച ആ ദൈവം, അതാണ് ഏറ്റവും വലിയ കരുതൽ. ആ കരുതലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഇങ്ങനെയാണ്. ഒരു 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു, ഇരട്ട സഹോദരങ്ങൾ. ആ ഇരട്ട സഹോദരങ്ങളിൽ മൂത്തവൻ നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു വ്യക്തിയായിരുന്നു. ഇളയ മകൻ എന്ന് പറയുന്നത്, 2 പേരും ടിങ്സ് ആണ്. അവരിൽ 2 പേരെ ഒരേപോലെ ഇരിക്കുകയാണ്, കാണാൻ ഒരേപോലെ ഇരിക്കുകയാണ്. മൂത്തവനാണെങ്കിൽ നല്ലൊരു പയ്യൻ. രണ്ടാമത്തെ സഹോദരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും ഒരു രീതിയിലും അംഗീകരിക്കുവാൻ കഴിയാത്ത രീതിയിലൊക്കെ പോകുന്നത്, പലയിടത്തും പോയി കള്ളത്തരങ്ങൾ കാണിക്കുകയും ഇവൻ ജ്യേഷ്ഠനെ എൻ്റെ പേരിലേക്ക് അത് മാറ്റി. അങ്ങനെ ജ്യേഷ്ഠൻ പക്ഷെ ഇവനോടുള്ള സ്നേഹം കൊണ്ട് അതൊന്നും ആരോടും പറയാതെ വണ്ണം അവനെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥ. എവിടെ പോയി പ്രശ്നമുണ്ടാക്കിയും അതെല്ലാം ജ്യേഷ്ഠൻ ഏറ്റെടുക്കുന്ന, അതെല്ലാം ജ്യേഷ്ഠൻ്റെ കയ്യിലേക്ക് വന്നു വീഴുന്ന, ജ്യേഷ്ഠൻ്റെ പേരിലേക്ക് മാറ്റുന്ന അവസ്ഥകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവന് സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ അവൻ കുറ്റം ചെയ്യുന്നെങ്കിലും അവന് പേര് വരാതെ ജ്യേഷ്ഠൻ്റെ പേരിലാണ് അതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ്റെ അബദ്ധവശാൽ അവൻ ഒരുവനെ കൊല്ലുവാനായിട്ടിടയായ സമയത്ത് അവൻ ഒരിക്കലും ചിന്തിച്ചില്ല അവൻ മരിച്ചു പോകുമെന്ന്. അവനെ കൊല്ലുവാനായിട്ടിടയായ സമയത്ത്
അവൻ ഓടി വന്ന് ആ ജ്യേഷ്ഠൻ്റെ അടുത്ത് വന്നു, ഞാൻ അബദ്ധവശാൽ ഞാൻ ഒരുവനെ കൊല്ലുവാനായിട്ടിടയായി, അല്ലെ എൻ്റെ കയ്യിൽ നിന്ന് ഒരുവൻ മരണപ്പെട്ടു, എൻ്റെ പിന്നാലെ ആൾക്കാർ വരുന്നുണ്ട്, എന്നെ അവർ കൊല്ലും, അവരെല്ലാം എന്നെ പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു, എൻ്റെ ഉടുപ്പിലെല്ലാം രക്തമുണ്ട്, എൻ്റെ കയ്യിൽ കത്തിയുണ്ട്, നീ ആ കത്തി എൻ്റെ കയ്യിൽ തരിക. ജ്യേഷ്ഠൻ പറഞ്ഞു, നീ ആ കത്തി എൻ്റെ കയ്യിൽ തരിക, നിൻ്റെ ഉടുപ്പൂരി എനിക്ക് തരിക. അപ്പോൾ ഓടി വന്നവർ കണ്ടപ്പോൾ നോക്കുമ്പോൾ ഈ ജ്യേഷ്ഠ സഹോദരൻ ഉടുപ്പ് രക്തം അണിഞ്ഞ ഒരു ഉടുപ്പുമായി കയ്യിൽ കത്തിയുമായി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, ഇവനാണ് ആ കൊല ചെയ്തത്, ഇവനാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞ് പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവനെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് അവിടെ മുമ്പിൽ ഇത് കണ്ട ആ ഇളയ സഹോദരന് അവന് വളരെ ഭാരം തോന്നി. എന്തെന്നാൽ അവൻ ചെയ്ത തെറ്റിന് ജ്യേഷ്ഠ സഹോദരന് ഈ പാപം ഏൽക്കുകയും, അല്ലെ അവൻ ചെയ്യാത്തൊരു കുറ്റം ഏൽക്കുകയും, അവൻ കൊല്ലപ്പെടുന്ന, അല്ലെ അവൻ മരണപ്പെടുന്ന, അല്ലെ അവനെ കൊല്ലുന്ന അവസ്ഥ, അല്ലെങ്കിൽ അവനെ തീർക്കുന്ന അവസ്ഥ വന്നു. ഇതവന് ഭാരമുണ്ടായി. എന്നാൽ അവൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് വേണ്ടിയാണ് ജ്യേഷ്ഠ സഹോദരൻ ഏറ്റെടുത്ത് മുന്നോട്ട് പോയത്. അവന് ഭാരം തോന്നി, അവന് പ്രയാസം തോന്നി. ഇതുപോലെയാണ് നമ്മൾ ചെയ്ത പാപത്തിന് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവൻ കാൽവരി ക്രൂശിൽ യാഗമായത്. പാപത്തിൻ്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് പറയുന്നത്. പാപത്തിൻ്റെ ശമ്പളമോ മരണം എന്നാണ് പറയുന്നത്. റോമാലേഖനം 6:23 പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണം. ക്രിസ്തുവോ, റോമാലേഖനം 5:8 പറയുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ സഹോദരനെ പോലെ അവൻ ചെയ്ത കുറ്റത്തിന് സ്വന്തം സഹോദരൻ ജ്യേഷ്ഠൻ അത് ഏറ്റെടുക്കുകയും അവൻ്റെ കുറ്റം അവൻ ഏറ്റെടുത്ത് അവൻ പോയി മരണപ്പെടുന്ന അവസ്ഥ ഉണ്ടായതുപോലെ തന്നെയാണ് യേശു ക്രിസ്തു നമ്മൾ പാപികളായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി. ഇതല്ലേ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ കരുതൽ? നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഒരു യാഗമായി യേശു. ഇതല്ലേ ഏറ്റവും വലിയ കരുതൽ? ദൈവത്തിൻ്റെ കരുതൽ നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ച ഒരു സ്നേഹം, അതാണ് ഏറ്റവും ദൈവത്തിൻ്റെ കരുതൽ എന്ന് പറയുവാനായിട്ടിടയാവും. അവനാണ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നിന്റെ പാപത്തിന് വേണ്ടി അവൻ കാൽവരി ക്രൂശിൽ യാഗമായി. നിന്റെ രോഗത്തിന് വേണ്ടി അവൻ കാൽവരി ക്രൂശിൽ യാഗമായി. അല്ലെങ്കിൽ നീ മരിക്കേണ്ട സ്ഥാനത്ത് അവൻ മരിക്കുവാനായിട്ടിടയായി. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ കരുതൽ ഇതാണ്. യോസേഫിൻ്റെ കരുതലിനേക്കാൾ, അല്ലെങ്കിൽ സ്വന്തം ജ്യേഷ്ഠ സഹോദരൻ്റെ കരുതലിനേക്കാൾ, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളിൽ മേൽ ഏറ്റവും അധികമായി നിൽക്കുന്നത് ഏറ്റവും വലുത് നിത്യജീവനിലേക്ക് ചെന്നെത്തുവാൻ കഴിയാതെ വണ്ണം നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന ആ അവസ്ഥയെ നിന്ന് വിടുവിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുതലിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ലോകപരമായി നമുക്ക് പറയുമ്പോൾ പലതും നമുക്ക് നേടുവാനുണ്ട് എന്ന് പറയും. പക്ഷേ നമുക്കൊരു നിത്യതയിലേക്ക് ചെന്നെത്തണമെങ്കിൽ അതിന് ഒരുക്കപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് നിങ്ങൾ പാപിയാണ്, രോഗിയാണ്, നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നുള്ള ഭാരത്തോടെ ആയിരിക്കുന്നുണ്ടോ എങ്കിൽ ഇന്ന് സന്ധ്യാസമയം ഈ വചന കേൾവിക്കായി നിൽക്കുന്ന ദൈവജനമേ, നിങ്ങൾ ഓർക്കുക, അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായത്, നിന്റെ പാപത്തിന് വേണ്ടി അവൻ മരിച്ചത് നിന്നെ നേടുവാൻ, നിത്യജീവനിലേക്ക് നേടുവാൻ, നിത്യരാജ്യത്തിലേക്ക് നേടുവാൻ. ഇങ്ങനെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. സ്വച്ഛസ്ഫടി സംഘനിർമ്മിതമായ ഭവനത്തിലേക്ക്, അവിടത്തേക്ക് നിന്നെ കൊണ്ടെത്തിക്കുവാൻ, നിത്യരാജ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി. ഇതാണ് ഏറ്റവും വലിയ കരുതൽ. ദൈവത്തിൻ്റെ കരുതൽ ഏറ്റവും വലിയതായിട്ട് ശ്രേഷ്ഠമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി കരുതും. അങ്ങനെയെങ്കിൽ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. എത്ര പേർക്ക് പറയാൻ കഴിയും, അവൻ നമുക്ക് വേണ്ടി കരുതി, അവൻ നമുക്ക് വേണ്ടി ശ്രേഷ്ഠമായതൊന്ന് കരുതിയിട്ടുണ്ട്, അവൻ നമുക്ക് വേണ്ടി ശ്രേഷ്ഠമായ കാര്യങ്ങളെ കരുതി. അവൻ സമ്പന്നനാണ്. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. ആ യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും കൊടുക്കുവാൻ സമ്പന്നനായ ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇന്ന് നമ്മളായിരിക്കുന്നത്.
നിങ്ങളുടെ ജീവിതം എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ, പ്രതികൂലമായിക്കോട്ടെ, എന്ത് ഭാരമായിക്കോട്ടെ, എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുക. അവൻ നിങ്ങളെ പുലർത്തും, അവൻ നിങ്ങളെ നടത്തും, അവൻ നിത്യതയോളം നടത്തുവാൻ ശക്തനായ ഒരു ദൈവമാണ്. നിങ്ങളുടെ പ്രയാസം ഏതായിരുന്നാലും, അല്ലെങ്കിൽ ഏത് ദുഃഖമായിരുന്നാലും, ഏത് രോഗബന്ധമായിരുന്നാലും, അതിൽ നിന്നും എല്ലാം വിടുവിക്കാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും നോക്കി ഭാരപ്പെടുവാനല്ല, അവൻ സമ്പന്നനാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ ശക്തനായ ഒരു ദൈവമാണ്. അവൻ നിങ്ങളെ ഇവിടെ മാത്രമല്ല, നിത്യതയോളം കരുതുവാൻ വേണ്ടി മാത്രമാണ് അവൻ നിങ്ങൾക്ക് വേണ്ടി അവൻ കാൽവരി ക്രൂശിൽ യാഗമായത്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം കർത്താവേ. വചനത്തിൽ കൂടെ എന്ന് കേൾക്കുവാൻ ദൈവജനത്തിന് കർത്താവെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ കർത്താവിനെ ഒരുക്കിയല്ലോ. കർത്താവെ, കേൾവിക്കാരെ കർത്താവ് ദൈവത്തിലേക്ക് സമർപ്പിക്കുക. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവ് നീ പ്രവർത്തിക്കണം. ദൈവമേ, നീ സമ്പന്നനാണ്. നിൻ്റെ സമ്പത്തിനനുസരിച്ച് അവർക്ക് കർത്താവെ വാരി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രയാസങ്ങൾ മാറണം, അവരുടെ ദുഃഖങ്ങൾ മാറണം, അവരുടെ ഭാരങ്ങൾ മാറണം. അവരുടെ എന്ത് ആവശ്യമാണോ അതിന്മേലൊരു വിടുതൽ കർത്താവ് ഈ ദിവസങ്ങളിൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏത് രോഗബന്ധനമായിരുന്നാലും, ഏത് പ്രതിസന്ധിയായിരുന്നാലും, ഏത് ദുഃഖമായിരുന്നാലും അവനെല്ലാം നീക്കുപോക്ക് കൊടുക്കുവാൻ സമ്പന്നനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ്, ആ കരുതുന്ന ദൈവത്തെയാണ് ഇന്ന് ഈ ജനം കേൾക്കുവാനായിട്ടിടയായത്. അവരുടെ ജീവിതത്തിലൊരു മാറ്റം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥന ധ്വനിയിൽ നമുക്ക് 2-3 വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാനുണ്ട്. മധ്യപ്രദേശിൽ പാസ്റ്റർ KT ജോസഫിൻ്റെ സഹധർമ്മിണി രഞ്ജിനി ട്യൂമറാൽ ഭാരപ്പെടുന്നു. മകളുടെ പൂർണ്ണ വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓപ്പറേഷൻ ലലിയ അടുത്ത മാസത്തേക്ക് 23-25 തീയതികളിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം. അതിനു മുമ്പായി തന്നെ ദൈവത്തിൻ്റെ ഒരു കരുതൽ അവിടെ വെളിപ്പെടണം. പൂർണ്ണ സൗഖ്യം വെളിപ്പെടണം. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. സമ്പന്നനായ ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ കരുതൽ അറിഞ്ഞ വ്യക്തികളാണ്. അങ്ങനെയെങ്കിൽ ആ സഹോദരിയെ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കും. പൂർണ്ണ വിടുതൽ കൊടുക്കണമേ, പൂർണ്ണ സൗഖ്യം കൊടുക്കണം. ഈ ദിവസങ്ങളിൽ തന്നെ ദൈവം പ്രവർത്തിക്കണം. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കും. പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വതം പ്രാർത്ഥനയുടെ സ്വതന്ത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. സിസ്റ്റർ അന്നമ്മ കൊല്ലത്ത് നിന്ന് 84 വയസ്സ്, യൂറിനറി ഇൻഫെക്ഷനായിട്ട് ഭാരപ്പെടുന്നു. അതുപോലെ തന്നെ കിഡ്നി ഫെയിലിയറും അതിനെക്കുറിച്ചും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലെന്നും കൂടെ കാണുന്നുണ്ട്. ഇങ്ങനെ സഹോദരി ഭാരപ്പെടുന്നു. പൂർണ്ണ ഒരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററിനെ കർത്താവ് ദൈവസന്നിധിയിൽ പൂർണ്ണ സൗഖ്യം കർത്താവ് ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിടെ ഒരു പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നു. സമ്പന്നനായ ദൈവം നീ കർത്താവെ അവരിൽ മേൽ കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ എന്ന് നിൻ്റെ അടുപ്പിനാൽ സൗഖ്യമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവെ ദൈവമേ, നീ ഒരു സൗഖ്യം അവർക്ക് കൊടുക്കണമേ എന്ന് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. എനിക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ബെൻസൺ പാസ്റ്റർ, അദ്ദേഹമാണ് എനിക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്ന ദൈവദാസനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.